ഇനി നമുക്ക് കരുവന്നൂരിലേക്ക് വരാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 10 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി കണ്ടുകെട്ടും. നിലവിൽ 117 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായി തട്ടിപ്പിലൂടെ സ്വരൂപിച്ച മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടും. 150 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇഡി അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഇഡി നടപടി കടുപ്പിക്കുകയാണ്. അത് രണ്ടാം ഘട്ടമായി ഇപ്പോൾ 10 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി കണ്ടുകെട്ടാൻ പോകുന്നു. നിലവിൽ 117 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 150 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത്. അങ്ങനെ സഹകരണ ബാങ്കിന് നഷ്ടപ്പെട്ടിട്ടുള്ള തുക അത് തിരികെ പിടിക്കുന്നതിനുള്ള നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 117 കോടി രൂപ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിലൂടെ ഇ ഡി തിരിച്ചു പിടിച്ചിരുന്നു. ഇപ്പോൾ 10 കോടി രൂപയുടെ കൂടി സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇ ഡി ഒരുങ്ങുകയാണ്. പ്രധാനമായിട്ടും ഈ ബാങ്കിനെ പറ്റിക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു ക്രമക്കേട് നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വായ്പ എടുത്ത ആളുകൾ, ഒപ്പം തന്നെ അനധികൃതമായിട്ട് വായ്പ നേടിയ ആളുകൾ, ഇവരുടെ എല്ലാം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇ ഡി ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള ആളുകളുടെയൊക്കെ വിവരങ്ങളെല്ലാം തന്നെ ഇ ഡി ശേഖരിച്ചിരുന്നു. ഇങ്ങനെ അനധികൃതമായിട്ട് വായ്പ നേടിയെടുക്കുക, ഒപ്പം തന്നെ ഈ വായ്പാ തട്ടിപ്പ് നടത്തി വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുവകകൾ ഇതെല്ലാം തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചില ആളുകൾ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള അഡ്രസ്സുകൾ നൽകിക്കൊണ്ടാണ് ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ആളുകളുടെ യഥാർത്ഥ മേൽവിലാസം കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് സമൻസ് നൽകുന്നതിനുള്ള നടപടികളും ഇ ഡിയുടെ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ 10 കോടി രൂപയുടെ വകകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് പ്രധാനമായിട്ടും പുരോഗമിക്കുന്നത്. ഏതായാലും 150 കോടി രൂപയുടെ നഷ്ടമാണ് ഈ സഹകരണ ബാങ്കിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തൽ നേരത്തെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ബാക്കി നേരത്തെ കണ്ടെത്തിയതിന് പുറമെ തന്നെ ബാക്കിയുള്ള ഈ നഷ്ടപ്പെട്ട തുക കൂടി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 പ്രതികളുടെ പേരാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇതിൽ 50 പേർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും 10 കോടി കൂടി സ്വത്തുവകകൾ കണ്ടെത്താൻ കണ്ടുകെട്ടാൻ ഉള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്, നീക്കം നടക്കുന്നത്.